ಮಾಜಿ ಇಂಡಿಯನ್ ಏರ್ ಫೋರ್ಸ್ ಉದ್ಯೋಗಿ ಮೇಲೆ ಮಾರಣಾಂತಿಕ ಹಲ್ಲೆ ಆರೋಪ ಮಂಗಳೂರಿನ ಸೆಂಟ್ರಲ್ ರೈಲ್ವೆ ನಿಲ್ದಾಣದಲ್ಲಿ ಕೇಳಿಬಂದಿದೆ. ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯ ನೀಲೇಶ್ವರದ ಸುರೇಶನ್ಗೆ ಆರ್ಪಿಎಫ್ ರೈಲ್ವೆ ಸಿಬ್ಬಂದಿಯಿಂದ ಹಲ್ಲೆ. ಮಂಗಳೂರಿನಲ್ಲಿ ಮಿಲಿಟರಿ ಕ್ಯಾಂಟೀನ್ಗೆ ಹೋಗುವ ಸಲುವಾಗಿ ನೀಲೇಶ್ವರದಿಂದ ಮಂಗಳೂರು ಸೆಂಟ್ರಲ್ ರೈಲ್ವೆ ನಿಲ್ದಾಣಕ್ಕೆ ಬಂದಿದ್ದಂತಹ ಸುರೇಶನ್ ಆರೋಗ್ಯ ಸಮಸ್ಯೆಯಿಂದಾಗಿ ರೈಲ್ವೆ ಪ್ಲಾಟ್ಫಾರ್ಮ್ನಲ್ಲಿ ಮಲಗಿದ್ದ ಸುರೇಶನ್ಗೆ ಹೊರಗೆ ಹೋಗುವಂತೆ ಹೇಳಿದಂತಹ ಆರ್ಪಿಎಫ್ ಸಿಬ್ಬಂದಿ ಆರೋಗ್ಯ ಸಮಸ್ಯೆ ಇರೋದ್ರಿಂದ ಸ್ವಲ್ಪ ಮತ್ತೆ ಹೊರಗೆ ಹೋಗ್ತೇನೆ ಹೇಳಿದ್ದಾರೆ ಸುರೇಶನ್. ಆದ್ರೆ ಆ ಬಳಿಕ ಮತ್ತೆ ಬಂದಂತಹ ಆರ್ಪಿಎಫ್ ಸಿಬ್ಬಂದಿ ಲಾಠಿಯಿಂದ ಮಾರಣಾಂತಿಕವಾಗಿ ಹಲ್ಲೆ ನಡೆಸಿದ್ದಾನೆ. ರೈಲ್ವೆ ಸಿಬ್ಬಂದಿಯಿಂದ ಹಲ್ಲೆಗೊಳಗಾದ ಸುರೇಶನ್ ಸ್ಥಳೀಯ ಆಸ್ಪತ್ರೆಗೆ ದಾಖಲಾಗಿ ಚಿಕಿತ್ಸೆಯನ್ನ ಪಡೆದಿದ್ದಾರೆ. ಇದೀಗ ದೇಹದ ಒಳಭಾಗದಲ್ಲಿ ಗಂಭೀರ ಸ್ವರೂಪದ ಗಾಯ ಕಾಣಿಸಿಕೊಂಡ ಕಾರಣದಿಂದಾಗಿ ಮಂಗಳೂರಿನ ಖಾಸಗಿ ಆಸ್ಪತ್ರೆಗೆ ದಾಖಲಿಸಲಾಗಿದೆ. ಹಲ್ಲೆಗೈದ ರೈಲ್ವೆ ಸಿಬ್ಬಂದಿ ಮೇಲೆ ಸುರೇಶನ್ ಮನೆಯವರು ದೂರನ್ನ ನೀಡಿದ್ದು ಪೊಲೀಸರು ಪ್ರಕರಣ ದಾಖಲಿಸಿ ತನಿಖೆಯನ್ನ ಕೈಗೊಂಡಿದ್ದಾರೆ. ഇത് നടക്കാൻ പറ്റില്ല. ഇതുകൂടെ ആദ്യം ഞാൻ വെള്ളം പറ്റി വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ ഒരു ഹോട്ടൽ വഴി നടന്നു. എങ്ങനെ നടത്താമെന്ന് ഹെൽപ്പ് ചെയ്തവർ ഹോട്ടൽ വഴി നടന്ന റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലുള്ള പ്ലാറ്റ്ഫോമിൻ്റെ വെളിയിൽ പോയി ഔട്ട് സൈഡ് ഓഫ് പ്ലാറ്റ്ഫോമിൽ പോയി അവിടെ ഒരു ട്രെയിനിൻ്റെ മേലെ ഹാൻഡ് ബാഗിലായിരുന്നു ഗാനങ്ങളായി അവിടെ വെച്ച് അവിടെ കിടന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആരും ഫോൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. വൈകിട്ട് ഒരു 8 അവിടുത്തെ നിർത്തുമാതി കിടന്നുണ്ട്. ഞാൻ വെയിലെത്തി വെള്ളം പോയി പിന്നെ വൈകിട്ടാന്ന് പറഞ്ഞാൽ മോളെ ഫോൺ വന്നു. കാരണം ഫോൺ അങ്ങനെ ലഗനെടുത്ത് എടുത്ത് മോളെ ഫോണായിരുന്നു. അവിടെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. മോളപ്പോൾ റെയിൽവേ പോലീസിനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാസർഗോഡ് റെയിൽവേ കോൺട്രാക്ടിനായിട്ട് വർക്ക് ചെയ്യണം ഹോസ്പിറ്റൽ എത്തിക്കാൻ സൗകര്യമൊക്കെ ചെയ്ത് ഒന്ന് 2 പോലീസുകാരെ ഓട്ടോറിക്ഷക്കാരെ അത് കഴിഞ്ഞിട്ട് രാവിലെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തില്ല. നമ്മുടെ കൂടെ ആരെല്ലാം അഡ്മിറ്റ് ചെയ്തിട്ടാണ്. രാവിലെ എൻ്റെ മകളെയും ഭാര്യയും ഞാൻ നാട്ടിൽ വിളിച്ച് പോയായിരുന്നു. അവിടെ ഞാൻ അവിടെ കൈശ്വരം മാലക്കോട്ട് കോഴിക്കോട്ട് അവിടെ വീട്ടിൽ തന്നെ മംഗലാപുരത്തിനും തൃശ്ശൂരിനും പാത്രത്തിൽ ചികിത്സയുടെ ആവശ്യം തന്നെ ഇറങ്ങി ഇടയ്ക്ക്